ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടത് ഞാൻ കേട്ടില്ല. ഒരു കാലത്തും മാറ്റമില്ലാതെ നിൽക്കുന്നതാണ് ഫെയ്ത്ത്. അത് അന്ധമാണ്, അന്ധവിശ്വാസം എന്ന് മാത്രമേ ഉള്ളൂ. വിശ്വാസം അന്ധവിശ്വാസം രണ്ടില്ല. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. നിങ്ങൾക്ക് ഇപ്പൊ ഒരു കൊട്ടേഷൻ കൊടുത്ത് നിങ്ങൾക്കോ വേറെ ആർക്കെങ്കിലും ചെയ്ത് തീർക്കാവുന്നതല്ലാത്ത ഒരു കാര്യം, ഒരു അസുഖം, എന്റെ മരണം, തീയതി, സമയം ഇപ്പൊ നിങ്ങൾ ഇവിടെ പ്രവചിക്കുക. ആളുകൾ മൊത്തം കേൾക്കുകയാണ്. പണി പിന്നെയും പാളി. നിങ്ങളുടെ ആത്മീയത എന്ന് പറയുന്നത് ആഴം അറിയണമെങ്കിൽ ഇതിപ്പോ പ്രവചിക്കൂ. ഇപ്പൊ പ്രവചിക്കൂ. ഞാൻ റെഡിയാ. പ്രവചിക്കല്ല, രണ്ട് തരികയാണ്. നീ ആരടാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എരപ്പാളി. തന്തക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. എല്ലാ സ്വാമിമാരും ഉത്തരം മുട്ടുമ്പോൾ ആസാമ്യമാരാകും. ഒരു മാറ്റവും ഇല്ല. അദ്ദേഹത്തിനോട് പറഞ്ഞു, അദ്ദേഹം തർക്കശാസ്ത്രം പോലെ പകുതി അടഞ്ഞു കിടക്കുന്ന കഥവെന്നും പകുതി തുറഞ്ഞു കിടക്കുന്ന കഥവെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആണോ? ഭയങ്കര. എന്നിട്ട് അദ്ദേഹത്തെ വിശ്വസിച്ച ഒരു പെണ്ണിനെ അദ്ദേഹം സംരക്ഷിക്കാതെ അദ്ദേഹം അത് മോഹിപ്പിച്ച് പറ്റിച്ചതിന് അതും വഞ്ചനയല്ലേ എന്ന് ചോദിക്കൂ. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. പേഴ്സണൽ കാര്യം ഞാൻ ഒരാളെ പ്രേമിച്ചു വഞ്ചിച്ചു എന്ന് ഈ ഹിമവൽ വത്സന് നമ്മെ കുറിച്ചൊന്നും അറിയില്ല എന്ന് തോന്നുന്നു. അകക്കണ്ണാൽ ഹിമവൽ ചൈതന്യ സ്വാമിജി എല്ലാം കാണും, അറിയും. ആ പേരോ നാളോ ഇവിടെ വെച്ചാൽ ഞാൻ നാളെ മുതൽ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. അദ്ദേഹത്തിന് പാദസേവ ചെയ്ത അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. ഞാനൊരു പെൺകുട്ടിയെ പ്രേമിച്ചു വഞ്ചിച്ചു എന്ന് അദ്ദേഹം ഇവിടെ തെളിയിക്കണം. പറ്റിക്കാൻ വേണ്ടി പറയണല്ലോ സാറേ. പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയുന്നതെന്ന് പറയണം സാർ. ഒരു മിനിറ്റ്, പ്രേമം എന്താണെന്ന് അയാൾ ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. പ്രേമം എന്നാൽ എന്താണ് പെണ്ണേ? അത് കരളിനുള്ളിലെത്തിയാണു കണ്ണേ. ഇനിയിപ്പോ ഞാനത് എക്സ്പ്ലെയിൻ. ഞാൻ പ്രേമിച്ചു വഞ്ചിച്ചു. ഞാൻ പ്രേമിച്ചു വഞ്ചിച്ചത് അയാൾക്ക് അറിയാം. എന്റെ ഐഡിയ പോയി. നിന്റെ ഐഡിയ നിന്നെ പട്ടി. അല്ലല്ല, പ്രേമം ഇനി ഞാൻ അയാൾക്ക് പറയണം. എന്നിട്ട് ആ പ്രേമം എനിക്ക് ഭാര്യ കൂടെ വന്നിട്ടില്ലേ? എന്റെ ഭാര്യ ഇതായിരിക്കുന്നു. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശ. ആള് മാറിപ്പോയി. വീട്ടിൽ ഇതുപോലെ തന്നെയാണോ സ്വഭാവം? അല്ലല്ലേ, ഞാൻ ഈ ഷോക്ക് വേണ്ടി ഇങ്ങനെ ആയതാണ്. അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും, പിടിച്ചാ കിട്ടൂല. അല്ല, ഈ പ്രേമത്തിന് വഞ്ച സിജി എന്ന് പറയുന്ന അവള് ചിരിച്ചോണ്ടാ കുട്ടി ഇരിക്കുന്നത്. പക്ഷെ ആ കുട്ടി എത്രമാത്രം ചില സന്ദർഭങ്ങളിലൂടെ സംഘർഷ അനുഭവങ്ങൾ ആ കുട്ടി ഫേസ് ചെയ്യുന്നു. കുടുംബത്തിൽ പറഞ്ഞവനെ നിനക്ക് കിട്ടിയൊന്നും പോരെ. Give you any kind of explanation. എവിടെ സ്വാമി എന്റെ മരണം പ്രവചിക്കും? എന്റെ മരണ തീയതി, സമയം, എനിക്ക് വരാനിരിക്കുന്ന അസുഖം പ്രവചിക്കും. ഇപ്പോ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ആന്തരിക സംഘർഷത്തിന് നടുവിൽപ്പെട്ട് ഉഴലുകയാണോ? ഒരിക്കലും അല്ല. എന്റെ ചുറ്റുമുള്ളവർക്ക് അത് ശരിക്കും മനസ്സിലാവുന്ന കാര്യമാണ്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. ഇത് വെച്ചോളൂ. നിങ്ങൾ പറയില്ല നിങ്ങൾക്കുള്ള ഇതെല്ലാം കുട്ടി ഇതേ ശ്രീകണ്ഠൻജീനെയോ അല്ലെങ്കിൽ നിങ്ങൾ ഇരുന്ന് കരയുന്ന ദിവസം വൈകാതെ ഉണ്ടാവും. 18 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ കൈയടിക്കും. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഇയാൾ ഈ ആത്മീയത, ഈ പ്രണയം എന്ന് പറഞ്ഞു, ഇയാൾക്ക് ആത്മീയതയിൽ നിന്നാണ് ശ്രീകണ്ഠൻജി യഥാർത്ഥ പ്രണയം ഉണ്ടാവുന്നത്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. சூப்பர் ஜோக். அதுதான் சொன்னேன். ஆனா வெளியில யார்ட்டையும் சொல்லாதீங்க. உதப்பானுங்க. ஓதேரிக்கு நிறைய கிடைச்சிருக்கு. அப்படி தெரிஞ்சல. അതുകൊണ്ടാണ് പ്രണയം ഉണ്ടാവുന്നതാണ് സ്വാമിമാര് മലമുകളിൽ കയറി പോകുന്നത്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.